എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിൻ്റെ LGS സിലബസിൻ്റെ ഒരു ഡീകോഡിംഗ് ആണ്, സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രിലിംസ് മെയിൻസിൻ്റെ, അതായത് കഴിഞ്ഞ വർഷം നടന്ന പ്രിലിമിനറി മെയിൻസ് പരീക്ഷയുടെ ഒരു കമ്പാരിസണാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരിക്കുക. പ്രിലിമിനറി പരീക്ഷ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പ്രിലിമിനറി പരീക്ഷയിൽ GK, അതായത് പൊതുവിജ്ഞാനം അതിൽ ഇൻക്ലൂഡിങ് CA ആണ്. CAക്ക് അവിടെ 10 മാർക്കേ ഉള്ളൂ കേട്ടോ. ഇവിടെ വരുമ്പോൾ CAക്ക് 10 മാർക്കാണ്. CA എന്ന് പറയുമ്പോൾ അവിടെ 10 മാർക്കാണ്. CAക്ക് 10 മാർക്ക്. ബാക്കി 50 മാർക്ക് എന്ന് പറയുന്നത് GK ആണ്. ഓക്കെ, ബാക്കി 50 മാർക്ക് GK. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് 60 മാർക്കാണ് പൊതുവിജ്ഞാനം എന്ന് കൊടുത്തിരിക്കുന്നത്. പൊതുവിജ്ഞാനം, കേരള നവോത്ഥാനം, അതേപോലെ തന്നെ ആനുകാലിക സംഭവങ്ങൾ എല്ലാം കൂടി ചേർത്ത് 60 മാർക്കാണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ സയൻസിന് 10 മാർക്ക്, ഫിസിക്കൽ സയൻസിന് 10 മാർക്ക്, സിമ്പിൾ അരിതമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി മാത്തമാറ്റിക്സിന് 20 മാർക്ക്. സിമ്പിൾ അരിതമെറ്റിക്കിന് 10 മാർക്കും മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്കും ചേർത്ത് 20 മാർക്ക്. ടോട്ടൽ 100 മാർക്കിനുള്ള ഇതാണ് പ്രിലിമിനറി കൊടുത്തിരിക്കുന്നത്. ഇനി നേരെ നമ്മൾ നമ്മുടെ മെയിൻ പരീക്ഷയുടെ സിലബസിലേക്ക് വന്നാൽ പൊതുവിജ്ഞാനം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് 40 മാർക്ക്. പൊതുവിജ്ഞാനം 40 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങൾ കണ്ടോ, ഇവിടുത്തെ റാങ്ക് മേക്കർ എന്ന് പറയുന്നത് ഇതാണ്. LGS മെയിൻ പരീക്ഷയുടെ, ഇത് കഴിഞ്ഞ കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻ പരീക്ഷയുടെ സിലബസാണ്. അപ്പോൾ ഒരു LGS മെയിൻ പരീക്ഷയുടെ റാങ്ക് മേക്കർ എന്ന് പറയുന്നത് ഈ 20 മാർക്കാണ്. ഈ 20 മാർക്കിൽ എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റാങ്ക് കയറുന്നതും ഇറങ്ങുന്നതും. മനസ്സിലായോ? പിന്നെ സയൻസ്, ഈ സയൻസ് എന്ന് പറഞ്ഞ പാർട്ട് 10 മാർക്കേ ഉള്ളൂ. പൊതുജനാരോഗ്യം 10 മാർക്ക്. ടോട്ടൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരു 20 മാർക്കാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഞാൻ സയൻസ് എന്നങ്ങ് പറഞ്ഞതാണ്. 20 മാർക്കാണ് വരുന്നത്. പക്ഷേ ഈ സയൻസും പൊതുജനാരോഗ്യവും ഒരുവിധപ്പെട്ടവർക്കെല്ലാം കിട്ടും. മനസ്സിലായില്ലേ? തെറ്റുന്നെങ്കിലും കോമൺ ആയിട്ട് എല്ലാവർക്കും തെറ്റുന്ന ചില കാര്യങ്ങളായിരിക്കും PSC ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചില ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പൊതുജനാരോഗ്യം സയൻസ് നമ്മൾ പഠിച്ചാൽ, ആ ഫാക്റ്റ് പഠിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷേ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകേണ്ട എവിടെയാണ്? കറണ്ട് അഫെയർ ആണ്, ആനുകാലിക വിഷയങ്ങൾ. 20 മാർക്കാണ്, 10 മാർക്കല്ല. 10 മാർക്ക് പ്രിലിമിനറി ചോദിക്കുന്നുണ്ടെങ്കിൽ മെയിൻ പരീക്ഷയ്ക്ക് അത് 20 മാർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന CA ആണ്, കറണ്ട് അഫെയർ ആണ്. ഓക്കെ, ഇനി ലഘുഗണിതം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സിന് ഇവിടെയും 20 മാർക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏതാ? കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ ആണ് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പയർ ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ പ്രിലിമിനറിയുടെയും റൈറ്റ് സൈഡിൽ മെയിൻസിൻ്റെയുമാണ് കാണുന്നത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഇനി ഞാൻ പറയാം, അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല, പുതിയ വിക്ഷേപണങ്ങൾ, അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ പുതിയ വാക്സിൻ, അതുപോലെ അല്ലെങ്കിൽ പുതിയ മരുന്നുകൾ, അതുപോലെയുള്ള കറണ്ട് അഫെയർ. പിന്നെ കലാ സാംസ്കാരിക മേഖല, കലയും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ. രാഷ്ട്രീയപരമായിട്ടുള്ള കറണ്ട് അഫെയർ. രാഷ്ട്രീയപരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പുതിയ മന്ത്രിസഭ വന്നെങ്കിൽ മന്ത്രിസഭ, അല്ലെങ്കിൽ നിലവിലെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പേരുകൾ, വകുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ. സാമ്പത്തിക സാഹിത്യ മേഖല, സാമ്പത്തികത്തിൽ വരുമ്പോൾ എന്താണ്? ഇന്ത്യൻ എക്കോണമി പഠിക്കണം. ഇന്ത്യൻ എക്കോണമിയിൽ പുതിയ GST ആയിട്ട് ബന്ധപ്പെട്ടതായാലും നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ടതായാലുള്ള ഫാക്റ്റുകൾ നിങ്ങൾ പഠിക്കണം. സാഹിത്യ മേഖല എന്ന് പറയുമ്പം എഴുത്തച്ഛൻ പുരസ്കാരം, അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങൾ, അത് കിട്ടിയത് ആരാണ്, ആ കിട്ടിയ വ്യക്തികളുടെ പ്രധാന വർക്കുകൾ ഏതെല്ലാമാണെന്ന് പഠിക്കണം. കായിക മേഖലയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ വരുന്നുണ്ട്. അർജുന അവാർഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള പുരസ്കാരങ്ങളും കാര്യങ്ങളും പഠിക്കണം. പിന്നെ
ഈ ചെസ് ചാമ്പ്യൻഷിപ്പ്, ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്, അതിൽ കപ്പ് നേടിയതാരാണ്, ഫൈനലിൽ വന്നതാരാണ് തുടങ്ങിയ ഫാക്റ്റുകളെല്ലാം പഠിക്കണം. ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇവിടെ 10 മാർക്ക് പറയുന്നത്. ഓക്കെ, 10 മാർക്ക് ഇവിടെ പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ പറയുന്ന മെയിൻസിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. 20 മാർക്ക് കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ്ടോ ആനുകാലിക സംഭവങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളതൊന്ന് മനസ്സിലാക്കണേ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ അതിൽ എന്ത് ഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് ഇന്ത്യയുടെ ബേസിക്സ് പഠിക്കണം. ഇപ്പോൾ PSC പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ PSC പറയാറുണ്ട്. നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും കംപ്ലീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിലബസ് കാണുമ്പോൾ അപ്പോഴേ സ്കിപ്പ് ചെയ്യുക. കേരളത്തിലെ 14 ജില്ലകളെക്കുറിച്ച് പഠിക്കാൻ PSC പറയുകയാണെങ്കിൽ അപ്പോഴേ അത് സ്കിപ്പ് ചെയ്യുക. 14 ജില്ലകളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എത്രയോ സമയമാണ് വേസ്റ്റ് ആവുന്നത്. നിങ്ങളത് കറണ്ട് അഫെയറിൽ ഏതെങ്കിലുമൊക്കെ ജില്ലകൾ, ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥാപനം നരേന്ദ്രമോദി അല്ലെങ്കിൽ പിണറായി വിജയൻ ഇന്ന ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം ഇന്ന ജില്ലയിലാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ അടുത്ത് നടന്ന ഇന്ന ഉത്സവം, ഈ ഉത്സവം ഏത് ജില്ലയിലായിരുന്നു തുടങ്ങിയ എന്തെങ്കിലും കറണ്ട് അഫെയർ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഏതാ ജില്ലകളുമായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. പിന്നെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമ്മുടെ SCERT പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം SCERT മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തരുമ്പോൾ നമ്മുടെ നോട്ട്സ് ഉണ്ട്, പ്ലസ് SCERTയുടെ നോട്ട്സ് കൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് SCERTയുടെ നോട്ട്സ് മാത്രമാണ്. നിങ്ങൾ ഒരു റാങ്ക് ഫെയിലിലും പോകണ്ട. കാരണം നിങ്ങൾക്ക് SCERT പുസ്തകം പഠിച്ചു തീർക്കാൻ തന്നെ നല്ല സമയമെടുക്കും. ഞങ്ങൾക്ക് പഠിപ്പിക്കാനായാലും നല്ല സമയമെടുക്കും. കാര്യം ഓരോ പോയിന്റും അവർ നന്നായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് അതിർത്തികളും അതിരുകളും ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി. അപ്പോൾ ഇത് എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ഫാക്ടറാണ്. അതായത് ഇപ്പോൾ വ്യവസായങ്ങൾ, ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഗതാഗതം എന്ന് പറയുമ്പോൾ ഗതാഗത മേഖല നമ്മൾ പഠിക്കേണ്ടിരുന്ന എന്തൊക്കെ പഠിക്കണം? മെട്രോ പഠിക്കണം, ഇന്ത്യൻ റെയിൽവേ പഠിക്കണം, വാട്ടർ മെട്രോ പഠിക്കണം, അതുപോലെ തന്നെ എയർവേസ് പഠിക്കണം, വാട്ടർ വേസ് പഠിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് റോഡ് വേസ് പഠിക്കണം, നമ്മുടെ നാഷണൽ ഹൈവേ, അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കണം. സോ അതും നല്ല ഡീപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇത്രയും ഡീപ്പിൽ ഇറങ്ങി ചെന്നൊരു 10 മാർക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു സർഫസിൽ നിന്നുകൊണ്ട്, ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ ഗതാഗതം എന്ന് പറഞ്ഞ് പഠിക്കുന്നു. എന്തൊക്കെ പഠിക്കും? നമ്മൾ കേരളത്തിലെ ഗതാഗതം പഠിക്കണം. ഓക്കെ, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗതാഗതം പഠിക്കണം. ഗതാഗതത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വ്യോമയാനമുണ്ട്, ജലഗതാഗതമുണ്ട്, റോഡ് ഗതാഗതമുണ്ട്, അതുപോലെ തന്നെ വാട്ടർ മെട്രോ ഉണ്ട്, അതുപോലെ നോർമൽ നമ്മുടെ റെയിൽവേയുടെ മെട്രോ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലൂടെ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക എന്നുള്ളതാണ് പ്രിലിമിനറി പരീക്ഷ പോലൊരു പരീക്ഷയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. കുത്തിയിരുന്ന് പഠിക്കാൻ നിൽക്കരുത്. അപ്പം ഞാനിത് കമ്പയർ ചെയ്ത് തരുന്നതിൻ്റെ ഉദ്ദേശം, ഇത് രണ്ടും ഏറെക്കുറെ സെയിം ആണ്. പ്രിലിംസും മെയിൻസും ഏറെക്കുറെ സെയിം ആണ് സിലബസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിലിംസിനൊരു പഠിത്തം, മെയിൻസിനൊരു പഠിത്തം എന്ന് ദയവ് ചെയ്ത് പഠിക്കരുത്. മെയിൻസിന് വേണ്ടി പഠിക്കുക, അന്നേരം നിങ്ങൾക്ക് പ്രിലിംസും കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മെയിൻസിന് വേണ്ടി പഠിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, ഇതെല്ലാം പഠിക്കണം. ദാണ്ടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലയിലെ പുരോഗതികൾ. പിന്നെ അതാ ഇവിടെ കിടക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? 10 മാർക്കിന് ഇവിടെ കൊടുത്തിരിക്കുന്നു, ഇവിടെ 5 മാർക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. മനസ്സിലായല്ലേ? സിലബസ് എല്ലാം സെയിം ആടേ. പ്രിലിംസും മെയിൻസും സെയിം തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതായത് ഇപ്പം നമുക്ക് പഠിക്കേണ്ടത് 1857 ചരിത്രം മുതൽ ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഭാഗം വരെ നമ്മൾ പഠിച്ചു തീർത്തേ പറ്റൂ. അത്രയും പഠിച്ചു തീർക്കുമ്പോൾ ഇവിടെയും ഇവിടുത്തെ പോർഷനും കഴിഞ്ഞില്ലേ? 5 മാർക്കും ഇവിടുത്തെ 10 മാർക്കും തീർന്നു. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, അത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഫാക്ടറാണ്. സോ അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇങ്ങനെ എടുത്ത് ചോദിച്ചത് ഇത് മാത്രം പഠിച്ചാൽ മതിയോ? ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ പറയുന്നത് നമ്മൾ ഇത്രയും മാത്രം പഠിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് ചെന്ന് പരീക്ഷയ്ക്കിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത് അവർ സിമ്പിളായിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോർഷൻ പഠിക്കുക. അതാ അടക്കുന്ന ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും മാത്രം പഠിച്ച് PSCയും വിശ്വസിച്ച് നമുക്ക് ക്ലാസ്സിൽ കയറിയിരിക്കാൻ പറ്റൂ? ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങളും 5 മാർക്ക്. ഇത്രയും ഫാക്ടർ മാത്രം പഠിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഭരണഘടനയിലെ എല്ലാ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്തേ പറ്റൂ. കാര്യം ഇത് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നു. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എമർജൻസിയെ കുറിച്ചൊരു ചോദ്യം വരത്തില്ലേ? രാഷ്ട്രപതിയെ കുറിച്ചൊരു ചോദ്യം വരാം, പാർലമെന്റിനെ കുറിച്ചൊരു ചോദ്യം വരാം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളിനെ കുറിച്ചൊരു ചോദ്യം വരാം. ഇതൊക്കെ വളരെ ബേസ് ലെവലിൽ ചോദിക്കാം, ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഒരു സിലബസ് എടുത്താൽ ആ സിലബസിൻ്റെ ലാസ്റ്റ് പേജിൽ PSC കൊടുത്തിട്ടുണ്ട്, ഈ തന്നിരിക്കുന്നവയിൽ നിന്നുമല്ലാതെ പുറത്തു നിന്നും ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരമുണ്ട്. സോ പുറത്തു നിന്നും ചോദ്യങ്ങൾ വരാം എന്ന് PSC പറഞ്ഞിട്ടുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ ചതി. അപ്പോൾ ഇത് നമ്പിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് കവർ ചെയ്യും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം കവർ ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി കവർ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാം പഠിച്ചേ പറ്റൂ. ഇതിലപ്പുറം നമുക്ക് പഠിക്കാനുണ്ട്. ഇനി കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ: നദികൾ, കായലുകൾ, വിവിധ ജലവൈദ്യുത പദ്ധതികൾ, വിവിധ പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ. അതായത് കോമൺ ആയിട്ടുള്ളൊരു കേരള ജോഗ്രഫി. അത് തന്നെയല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്? കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ അല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ഒരു ചെറിയ കാര്യം, പിന്നെ മത്സ്യബന്ധനം, കായിക രംഗം, ഇത്രയല്ലേ ഉള്ളൂ ഇവിടുത്തെ വ്യത്യാസം. ഇത് കേരളത്തിനെ ഒട്ടാകെ പഠിക്കുമ്പം വരുന്ന പോയിന്റ്സാണ് ഇതെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പ്രിലിംസും മെയിൻസും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ, ഇപ്പം കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ പഠിക്കണം, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ. അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ. കണ്ടോ? മനസ്സിലായില്ലേ? നവോത്ഥാന നായകർ, ഈ നവോത്ഥാന നായകന്മാരെ കുറച്ചുകൂടി എന്താണ് വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രിലിംസിന് വേണമെങ്കിൽ ഇത്രയും പേരെ മാത്രം പഠിച്ചാൽ മതി, മെയിൻസിന് ഇത്രയും പേരെ പഠിച്ചാൽ മാത്രം പോരാ. പിന്നെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരള നവോത്ഥാന നായകരെ പഠിക്കാൻ നിന്നാൽ ഒരു മാസം ഒന്നും പോരാ. കാര്യം ഒരു അറൗണ്ട് ഒരു 56+, 66-ൽ പരം കേരള നവോത്ഥാന നായികമാരും ഉണ്ട്. ഇതെല്ലാം പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് പോകാനൊന്നും പറ്റത്തില്ല, നമുക്ക് ഒട്ടും പറ്റത്തില്ല, സമയം കിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. സോ അതൊക്കെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ 5 മാർക്ക് ചോദിക്കാം. അതിപ്പോൾ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതിൽ നിന്നൊരു കറണ്ട് അഫെയർ ചോദിക്കാം, അല്ലെങ്കിൽ പഴയ കാലത്തോ സച്ചിൻ അടിച്ച റൺസ് എത്രയാണ്, അല്ലെങ്കിൽ സൈന നെഹ്വാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഗള്ളി എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ഹോക്കി ടീമിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ISROയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഒരു പോർഷനിൽ നിന്ന്, ഈ ഒരു 7 എന്ന് പറയുന്ന സംഖ്യ ഇവിടുന്ന് നിങ്ങൾക്ക് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേ പറ്റൂ. ഇനി ഇവിടേക്ക് വന്നാൽ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് ഇവിടെ കിടപ്പുണ്ട്. ജീവകങ്ങൾ, അപര്യാപ്ത രോഗങ്ങൾ, രോഗങ്ങളും രോഗകാരികളും, പിന്നെ കേരളത്തിലെ ഭക്ഷ്യധാന്യം, കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, ഇതെല്ലാം സെയിമാണ്, ഒരു വ്യത്യാസവും ഇല്ല. 5 മാർക്ക് ഇവിടെ, 5 മാർക്ക് മെയിൻസിന് 5 മാർക്കാണെങ്കിൽ പ്രിലിംസിന് ഇതെല്ലാം കൂടി ചേർത്ത് നാച്ചുറൽ സയൻസിന് 10 മാർക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഫിസിക്കൽ സയൻസ്, ഭൗതികശാസ്ത്രത്തിന് ഇവിടെ 5 മാർക്ക് തന്നിരിക്കുന്ന. രസതന്ത്രത്തിന് അതേ രസതന്ത്രത്തിൻ്റെ ഫാക്ടറുകളിൽ ഇവിടെ വന്നിരിക്കുന്നത്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും കണ്ടോ? ഇവിടെ സെയിമാണ്, ഇവിടെയും സെയിമാണ്. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സിലബസിൽ?
ഇല്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? അതും സെയിം ആണ്. സോ ഇനി നമ്മൾ പോകുന്ന മാത്തമാറ്റിക്സ് 10 മാർക്കാണ്. ഇനിയിപ്പോൾ മെൻ്റൽ എബിലിറ്റി അതും 10 മാർക്കാണ്. ലഘുഗണിതം അത് തന്നെയല്ലേ 10 മാർക്കാണ്. സെയിം ടോപ്പിക്കാണ്. ഇവിടെ വരുമ്പോഴും സെയിം ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ കണ്ട വ്യത്യാസം സിലബസിൽ? ആകെ നിങ്ങൾ കാണുന്നൊരു വ്യത്യാസം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ, ഇവിടെ തന്നിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ തന്നെയാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ നമ്മൾ മെയിൻസിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. നമ്മൾ പ്രിലിംസിനൊരു പഠിത്തം, മെയിൻസിനൊരു പഠിത്തം, അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒറ്റ പഠിത്തം, ഒറ്റ മൈൻഡിൽ നിങ്ങൾ പഠിക്കുക. ആ ഒറ്റ മൈൻഡിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രിലിംസും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് വാരി വലിച്ചുള്ള പഠിത്തവും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല ഇവിടെ. സോ ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രം പഠിക്കുക, പരീക്ഷ എഴുതുക, റാങ്ക് മേടിക്കുക. ഇതുവരെ ഞങ്ങൾ ഫോളോ ചെയ്തൊരു പോളിസി അത് തന്നെയാണ്. അതായത് അനാവശ്യമായിട്ടൊരു ബുക്ക് നിറച്ചുള്ള കുറച്ച് കാര്യങ്ങൾ PDF ആയിട്ട് തന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക്. അങ്ങനെ തന്നാൽ നിങ്ങൾ പഠിക്കത്തുമില്ല. ഒരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ ബാച്ച് തന്നെ നിങ്ങൾ വെറുത്തു പോകും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഒരു ദിവസം, അതായത് ഇപ്പോൾ തിങ്കൾ ചൊവ്വ ക്ലാസ് ഉണ്ടെങ്കിൽ ബുധനാഴ്ച നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ദിവസമാണ്, അന്ന് നിങ്ങൾ പരീക്ഷ എഴുതുക. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, 2 ദിവസം പഠിച്ച കാര്യങ്ങൾ 3-ാമത്തെ ദിവസം നിങ്ങൾ എക്സാം എഴുതുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സിലബസ് ഡീകോഡിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ പഠിക്കുന്നത് കമ്പനി ബോർഡ് LGSന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത് കമ്പനി ബോർഡ് LGSകാർക്ക് വേണ്ടിയാണ്. ഇനി ഈ ബാച്ചിൽ 10th ലെവൽ നോക്കുന്നത്, അതായത് ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെവ്കോ LDC, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറൊക്കെ നോക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. സോ ഇതിപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് കമ്പനി ബോർഡ് LGSൻ്റെ എന്താണ് സിലബസ് ഡീകോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഈ പറയുന്ന 10th ലെവലിൻ്റെ മെയിൻസ്, 10th ലെവൽ മെയിൻസിൻ്റെ സിലബസ് നമുക്ക് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.